5 നിറങ്ങളിലുള്ള കമേലിയ പ്ലാന്റ്സുകളും അസേലിയ പ്ലാന്റ്സുകളും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് കോംബോ ആയിട്ട് വാങ്ങിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിയേസി കുടുംബത്തിൽപ്പെട്ട ഒരു അലങ്കാര പൂച്ചെടിയാണ് കമേലിയ പ്ലാന്റ്. ഇത് പ്രധാനമായും ഏഷ്യയിലെ ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഏവരെയും ആകർഷിക്കുന്ന നല്ല മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ലോകമെമ്പാടും എല്ലാവരുടെയും പൂന്തോട്ടങ്ങളിൽ ഈ ഒരു കമേലിയ പ്ലാന്റ് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. കമേലിയ പ്ലാന്റ്സിൻ്റെ പൂക്കൾ മാത്രമല്ല, ഇലകൾക്കും നല്ല ഭംഗിയാണ്. ഇതൊരു നിത്യഹരിത കുറ്റിച്ചെടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവയുടെ ഇലകൾ താഴെ മുതൽ മുകൾഭാഗം വരെ ഫുൾ പച്ചപ്പോട് കൂടിയിട്ട് നല്ലൊരു തിളക്കമാർന്ന ലീഫോട് കൂടിയിട്ടാണ് കാണപ്പെടുന്നത്. കമേലിയ പ്ലാന്റ്സിന് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അസിഡിക് ആയിട്ടുള്ളൊരു മണ്ണാണ്. അതായത് ഒരു അല്പം അമ്ലത്വമുള്ള മണ്ണാണ് ഈ ഒരു കമേലിയ പ്ലാന്റ്സിന് വേണ്ടത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗാർഡൻ സോയിൽ അമ്ലം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് അല്പം കാൽഷ്യം നൈട്രേറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യം നൈട്രേറ്റ് വാങ്ങിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 5 ഗ്രാം എന്ന അളവിലെടുത്തിട്ട് ഡ്രെഞ്ചായിട്ട് കൊടുക്കാം. മണ്ണിലേക്കും ലീഫിലേക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവ പെട്ടെന്ന് പൂക്കുന്നതിന് അത് സഹായകമാകും. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ നല്ല ഡ്രെയിനേജ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ലീഫ് മോൾഡ് കരിയില പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കരിയില പൊടിച്ചതും നല്ലൊരു മെനൂറ്, അത് ആടുവളമോ ചാണകമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെർമി കമ്പോസ്റ്റ് പോലുള്ള കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മണ്ണ്, ഇവ മൂന്നും ആഡ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സാണ് കമേലിയ പ്ലാന്റിന് നല്ലത്. ഈ സൈസിൽ നല്ല മെച്ചുറായ 5 പ്ലാന്റിന് കേരളത്തിൽ എവിടെയായാലും 999 രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് DTDC കൊറിയർ വഴി അയച്ചു തരുന്നൊരു പ്രൈസ് വരുന്നത്. ഇത്തവണ കിട്ടിയിരിക്കുന്ന കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ചില പ്ലാന്റ്സൊക്കെ മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് അസേലിയ പ്ലാന്റ്സിൻ്റെ 5 കളേഴ്സ് നോക്കാം. അസേലിയ 5ൽ കൂടുതൽ കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ചില പ്ലാന്റ്സുകളൊക്കെ പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്നുണ്ട്. ഫസ്റ്റൊക്കെ വാങ്ങിക്കുന്നവർക്ക് പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് തന്നെയായിരിക്കും ലഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുന്നത്. അസേലിയ പ്ലാന്റ്സിനായാലും കമേലിയ പ്ലാന്റ്സിനായാലും ഒരേ രീതിയിലുള്ള പോട്ടി മിക്സും പരിചരണവുമാണ് ആവശ്യം. അപ്പോൾ ഈ 2 പ്ലാന്റ്സുകളും ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ചെറിയൊരു ഷെയ്ഡിൽ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഭാഗം നോക്കി വേണം വെക്കാനായിട്ട്. അതുപോലെ തന്നെ നനവ് കൊടുക്കുമ്പോൾ ഡെയിലി വാട്ടറിങ് കൊടുക്കുകയാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മഴക്കാലത്ത് ഡെയിലി വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നനവ് നിൽക്കുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നനയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പോട്ടി മിക്സ് ചെക്ക് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ വീണ്ടും നനവ് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. പ്ലാന്റ്സ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവയ്ക്ക് 1 മാസമൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കാൽഷ്യം നൈട്രേറ്റ് മാസത്തിൽ 1 or 2 തവണ കൊടുക്കാം. അതുപോലെ തന്നെ NPK ഫെർട്ടിലൈസറും നിങ്ങൾക്ക് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. കമേലിയയുടെ 5 പ്ലാന്റ്സുകൾ ഇപ്പോൾ കണ്ടില്ലേ, ഈ സൈസിൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഫസ്റ്റിൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്ക് 650 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി കമേലിയയുടെ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മളെടുത്ത് പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്നുണ്ട്. പിങ്കിൻ്റെ ഒരു 2-3 പ്ലാന്റ്സേ ഉള്ളൂ, ബാക്കിയൊക്കെ റെഡാണ് കേട്ടോ. ഈ സൈസിൽ പൂക്കളും മൊട്ടൊക്കെ ആയി വിരിയാനായി നിൽക്കുന്ന നല്ല മെച്ചർ പ്ലാന്റ്സുകൾ, കുറഞ്ഞ പ്ലാന്റ്സുകൾ മാത്രം ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ പ്ലാന്റിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 499 രൂപയാണ്. ഇതുപോലെ മൊട്ടൊക്കെ ആയി നിൽക്കുന്നുണ്ട്. നോർമലി നമ്മൾ പൂക്കളായ പ്ലാന്റ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നത് 3000 സംതിങ് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 4500 രൂപ, 4900 രൂപയൊക്കെ ആയിരുന്നു വലിയ പൂക്കളായ പ്ലാന്റ്സിന്. ഇതൊരു 20 പ്ലാന്റ്സൊക്കെ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്ലാന്റ്സൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈ 2 കോംബോയും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസും റെയർ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.